അൻവറിനെതിരെ പോർമുഖം തുറന്ന CPIM. അൻവറിന് പിന്നിൽ UDF, SDPI, ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടെന്ന MP ഗോവിന്ദൻ. സ്ഥാപിത താൽപര്യമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി പരസ്യ പ്രസ്താവന നടത്തിയത് സാമാന്യ മര്യാദ പാലിക്കാതെയെന്ന് വിമർശനം. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാനാകില്ലെന്ന് പാർട്ടി മുഖപത്രത്തിൽ ഗോവിന്ദൻ. പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. ഗൂഢാലോചനയെന്ന നിവിന്റെ പരാതിയിലും മൊഴിയെടുത്തു. നടന്മാർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. നടപടി നടിയുടെ ബന്ധു നൽകിയ പോക്സോ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് സിദ്ദിഖ. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന വോട്ടെടുപ്പ് തുടരുന്നു. 40 മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ. ഫലപ്രഖ്യാപനം ഒക്ടോബർ 8-ന്. അതിർത്തികളിലടക്കം കനത്ത സുരക്ഷ. ജനാധിപത്യത്തിന്റെ ഉത്സവം വിജയിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി. കർണാടകയിലെ മുഠാ ഭൂമി കുംഭകോണക്കേസിൽ വിവാദ ഭൂമി തിരികെ നൽകി സിദ്ധരാമയ്യയുടെ ഭാര്യ. തിരികെ നൽകിയത് BN പാർവതിയുടെ പേരിൽ പതിച്ചു നൽകിയ ഭൂമി. നീക്കം സിദ്ധരാമയ്യക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. ലെബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിത ആക്രമണമെന്ന് ഇസ്രായേൽ. കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ള. സിറിയയിലും ഇസ്രായേൽ ആക്രമണം.